ആദ്യം തന്നെ നമ്മുടെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നിബുദ ആൽക്കമിസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് കിടക്കാച്ചിന് നമസ്കാരം ഇരിക്കട്ടെ. അപ്പോൾ ഇന്നൊരു കിടക്കം ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി അത് കാണുമ്പോൾ തന്നെ ചങ്ങാതിമാർക്ക് ബോധ്യമാണെന്നല്ലേ. ഇതെങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നുള്ളതാണ്. ആദ്യം റൈസ് ബസ്മതി റൈസ് എടുത്ത് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് അങ്ങ് കഴുകാം. കഴുകുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡിൻ്റെ ഫോട്ടോയോ പേരോ ഇതിനടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താമെങ്കിൽ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ മാക്സിമം അതായിരിക്കും ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു 3-4 പ്രാവശ്യം നല്ല ഭംഗിയായിട്ട് കഴുകുക. ബസ്മതി റൈസ് കഴുകുമ്പോൾ അതിനൊരു വെള്ള കളറുണ്ടാവും. കളർ മാറുന്ന വരെ നല്ലോണം ഒരു 3-4 പ്രാവശ്യം കഴുകിയ ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് മറിക്കുക. നല്ല സ്റ്റൈലായിട്ട് കഴുകുക. കണ്ടോ, ഇതുപോലെ കഴുകുന്ന സമയത്ത് നിങ്ങൾ നൈസായിട്ട് ഇഷ്ടമുള്ള ഫുഡിൻ്റെ പേര് അടിയിലെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോ. അപ്പം ചങ്ങാതിമാർക്ക് വേണ്ടി ഞാനത് ചിലപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ രേഖപ്പെടുത്തുന്നതായിരിക്കും. എന്നിട്ട് കുറച്ച് വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിച്ച് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ആ റൈസ് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി വെക്കാം. ആ സമയത്ത് ഫ്രൈഡ് റൈസിന് വേണ്ട വെയിറ്റുകളായ ബീൻസ്, ക്യാരറ്റ്, അതുപോലെ തന്നെ ക്യാബേജ്, ഈ വക സാധനങ്ങളെല്ലാം ഇതുപോലെ ചെറുതായി അങ്ങ് അരിയുക. കണ്ടല്ലേ, നല്ല സ്റ്റൈലായിട്ട് അരിയുക. അരിഞ്ഞ ശേഷം വലിയൊരു ചെമ്പ് ചൂടാക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതായത് റൈസ് എന്തോരം ഇട്ടിരിക്കുന്നോ അതിൻ്റെ ഡബിൾ വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് ഉപ്പ് വാരി വിതറുക. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. കാരണം റൈസ് സ്റ്റിക്കി ആയിരിക്കാൻ വേണ്ടിയാണ് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണയോ ഇച്ചിരി വിനീഗറോ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തിളച്ച ശേഷം ആ റൈസ് എടുത്ത് അതിലേക്കൊരു മറിക്കുക. മറിച്ച ശേഷം 2 ലെമണിൻ്റെ പീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനങ്ങ് തിളയ്ക്കാൻ വെക്കുക. തിളച്ച് റൈസ് ഈ പാകത്തിനാണ്. അതായത് റൈസ് ഒടിയേ ചെയ്യാവുള്ളൂ, മാഷ് ആവില്ലേ. ഒടിയുന്ന രൂപത്തിലാവുമ്പോഴേക്ക് റൈസ് കോരി ഇതുപോലൊരു പാത്രത്തിലേക്ക് ആക്കുക. എന്നാൽ മാത്രമേ ഫ്രൈഡ് റൈസ് നമുക്കിങ്ങനെ പൊടിഞ്ഞ് കുഴമ്പ് രൂപം ആകാതെ നല്ല റൈസായിട്ട് ഇങ്ങനെ എതള് പോലെ നമുക്ക് കിട്ടുള്ളൂ. കാരണം ആ പാകം കറക്റ്റ് ആയിരിക്കണം. ഓവറായിട്ട് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടെ കുഴഞ്ഞൊരു പരിവായിപ്പം കൊണ്ട് ചങ്ങാതിമാരെ. അപ്പോൾ റൈസ് ഇതുപോലെ കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് തണുക്കാനും വെക്കണം കേട്ടോ. ചൂടോടെ ഫ്രൈഡ് റൈസ് അടിക്കരുത്, അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് 3-4 മുട്ട ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ പാത്രം ഇടുക. കടായി, ചൈനീസ് ഫോക്ക് എന്നൊക്കെ പറയും. ഇല്ലെങ്കിൽ നിങ്ങളുടെ നോൺ സ്റ്റിക്ക് പാൻ ആയാലും കുഴപ്പമില്ല. അതിലേക്ക് ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത ശേഷം മുട്ടയെടുത്ത് ബുർജിയാക്കുക. ഇതുപോലെ ചിക്കി എടുക്കുക. കണ്ടോ, എന്നിട്ട് അത് മാറ്റി വെക്കുക. ശേഷം അടുത്ത ഇച്ചിരി ഓയിൽ ഒഴിച്ച ശേഷം ചിക്കൻ, നല്ല ഫ്രഷ് ചിക്കൻ ചെറുതായി അരിഞ്ഞ ശേഷം അതിലിട്ടൊന്നിങ്ങനെ ലൈറ്റായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. ഉണ്ടല്ലേ. എന്നിട്ട് അത് മാറ്റിയ ശേഷം അതിലേക്ക് ചെറിയ എണ്ണ ഒഴിച്ച ശേഷം ക്യാരറ്റ് ആദ്യം ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ഒന്ന് വാട്ടിയ ശേഷം ബീൻസ് ഇട്ട് കൊടുക്കുക. ബീൻസും ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് വാട്ടുക. ബീൻസ് ഒന്ന് വാടി വരുമ്പോഴേക്ക് അതിലേക്ക് ക്യാബേജും ഒരു മറിക്കുക. ക്യാബേജും ലൈറ്റായിട്ടൊന്ന് വാട്ടിയെടുക്കുക. കണ്ടോ, ഇവനെല്ലാം ഒന്ന് വാടിയെടുക്കാവുള്ളൂ കേട്ടോ. വാടി വരുമ്പോഴേക്ക് അതിലേക്ക് ചിക്കൻ എടുത്തൊരു മറിക്കുക. എന്നിട്ട് ഒന്നും കൂടെ ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കേട്ടോ, ഇവനൊന്ന് ലെവലായി സ്മെല്ലൊക്കെ വരുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള റൈസ് എടുത്തൊരു മറി. എന്നിട്ട് അതിലേക്ക് ഉപ്പെടുത്ത് വാരി വിതറുക. വൈറ്റ് പെപ്പർ എടുത്ത് വാരി വിതറുക. കുറച്ച് പഞ്ചസാര എടുത്ത് വാരി വിതറുക. ലൈറ്റ് സോയ, കളർ അധികം ഇല്ലാത്ത സോയ എടുത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ബട്ടർ ഇടട്ടെ. ബട്ടർ ഇട്ട് കഴിയുമ്പോൾ വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതിമാരെ. അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. എന്നിട്ട് ഇവനത് ഇതുപോലെ മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വീട്ടിൽ ഇതുപോലെ മിക്സ് ചെയ്യാമെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. കാരണം ചൂടുണ്ടായിരിക്കണം. അടിയിലെ ഫ്ലെയിം നല്ല ഫ്ലെയിം ആയിരിക്കണം. പാത്രം നല്ല ചൂടോടെ വേണം ഇവനെ മിക്സ് ചെയ്യാൻ വേണ്ടി. ആ സമയത്ത് മുട്ടയും കൂടെ ഇട്ട് കൊടുത്തെടുത്ത് മൊത്തത്തിലങ്ങ് കലക്കി കൂട്ടുക ചങ്ങാതിമാർ. ഞാൻ ഇതിങ്ങനെ ആകാശത്തേക്ക് എറിയും, മറിക്കും, തിരിക്കും ഒക്കെ ചെയ്യും എന്നും പറഞ്ഞ് നിങ്ങളിത് ചെയ്യരുത്. നിങ്ങൾക്ക് ശീലമുണ്ടെങ്കിൽ ചെയ്തു. ഇല്ലാത്ത പക്ഷത്തെ അപ്പുറത്തെ പ്ലേറ്റിലിരിക്കും, അപ്പുറത്തെ പറമ്പിലിരിക്കും സാധനം. ലാസ്റ്റ് ഇച്ചിരി സ്പ്രിംഗ് ഓണിയനും കൂടെ ഇട്ട ശേഷം ഇവനെ മൊത്തത്തിനൊന്ന് ഇതുപോലെ അങ്ങ് ടോസ് ചെയ്യുക. നല്ല സ്റ്റൈലായിട്ട് അങ്ങ് ടോസ് ചെയ്യുക. കേട്ടോ, കാണാൻ തന്നെ നല്ല രസമില്ലേ. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് വീട്ടിൽ. എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാമല്ലോ സംഭവം. എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി മുകളിൽ ഇച്ചിരി സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കഴിയുമ്പോൾ എൻ്റെ ചങ്ങാതി എന്നെ സ്മെല്ലാ വരുന്നത് അറിയാം. എന്നിട്ട് ഇതുപോലെ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിനും കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഓടണ്ട, ഹോട്ടലുകളിലേക്ക് ഓടണ്ട. വീട്ടിൽ മാക്സിമം ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഈ പരിപാടി നടക്കും. കേട്ടോ, എന്നിട്ട് അതിന് മുകളിലേക്ക് ഇച്ചിരി ചില്ലി വിനീഗർ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ പുളിപ്പ് പോലെ അങ്ങ് വരുന്നില്ലേ. എന്നിട്ട് ഇച്ചിരി സോയാ സോസും കൂടി അതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് എൻ്റെ ചങ്ങാതി അത് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരു പിടുത്തം അങ്ങ് പിടിക്കുക. എൻ്റെ ചങ്ങാതി കൊതി വന്നിട്ട് രക്ഷയില്ല കേട്ടോ. അപ്പോൾ കണ്ണടച്ചു ഒന്നും നോക്കണ്ട, ഇച്ചിരി റൈസ് മേടിക്കുക, ഈ വക സാധനങ്ങളെല്ലാം മേടിച്ച് വീട്ടിലങ്ങ് ട്രൈ ചെയ്തു. ഒന്നും നോക്കണ്ട ചങ്ങാതി.